നമസ്കാരം. ബഹുമാനപ്പെട്ട എനിക്ക് വെള്ളകന്യനായ നാരായണൻ സാർ, ബഹുമാനപ്പെട്ട സുന്ദരൻ സാർ, അരവിന്ദൻ സാർ, മറ്റ് ഈ കൂട്ടായ്മയിലുള്ള ബഹുമാനപ്പെട്ട വ്യക്തികൾ, ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരു 10 വർഷത്തിന് ശേഷമാണ് കുട്ടിയായി 11 വർഷമാവാനാണ്. പല ചികിത്സകൾ എടുത്തു. ആദ്യം കുറച്ച് അലോപ്പതി ചികിത്സ എടുത്ത്, പിന്നെ അലോപ്പതി കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി. കാരണം ചെറിയ സമയത്തൊക്കെ ചുമയുണ്ടായിരുന്നു, അതൊക്കെ വീണ്ടും വരാൻ തുടങ്ങി. അങ്ങനെ അലോപ്പതി കൂടുതലായിട്ടില്ല. പിന്നെ കുറച്ച് കേൾക്കുന്നുണ്ട് അല്ലേ? പിന്നെ കുറച്ച് ഹോമിയോ എടുത്തു, പിന്നെ ആയുർവേദം എടുത്ത്. അതൊക്കെ എടുത്തപ്പോഴാണ് കഴിഞ്ഞ് ഹസ്ബൻഡ് മത്സ്യ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ജോലിക്ക് പോകാനൊക്കെ കുറെ നാട്ടിൽ തന്നെ നിൽക്കലാണ് ചെയ്യാവാത്തതുകൊണ്ട് തന്നെ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ജോലിക്ക് പോയപ്പോഴാണ് എന്റെ കൂടെയുള്ള ഒരു ടീച്ചർ വേറൊരു ഗ്രൂപ്പ് ഈ ഒരു വീഡിയോ കിട്ടിയിട്ട് എനിക്ക് അയച്ചു തരുന്നത്. അപ്പൊ വീഡിയോ കണ്ടപ്പോ എനിക്ക് തോന്നി ഇതൊരു തന്നെ ചെയ്യണം എന്നുള്ളൊരു നല്ലൊരു തോന്നി. അങ്ങനെ ഞാന് അന്വേഷിച്ച് അപ്പൊ വളരെ ക്ലാസ് ഉണ്ട്. അങ്ങനെ 2018 ഫെബ്രുവരി 25 ഞാൻ ക്ലാസ്സിന് പോയത്. ആദ്യമായിട്ട് ക്ലാസ്സിന് പോകുന്നതിന് മുന്നേ തന്നെ ഞാനിത് നോക്കി യൂറിൻ കഴിച്ചു തുടങ്ങി. ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാനത് തുടക്കം ഉണ്ടായിരുന്നു. ഞാൻ ക്ലാസ്സിൽ പോയപ്പോ സാറിന്റെ പ്രസംഗം കേട്ടപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് വന്നു. അത്രയ്ക്ക് വളരെ ഗാംഭീര്യമായ എല്ലാ കാര്യങ്ങളും സാറ് പറഞ്ഞു തന്നു. പിന്നെ ഞാൻ അടുത്ത മാസം ക്ലാസ്സിൽ പോയി. അപ്പൊ ഈ കാലയളവിൽ ഞാൻ കൃത്യമായിട്ട് 3 സമയത്താണ് യൂറിൻ കഴിച്ചത്. പിന്നെ 3 സമയത്ത് കഴിച്ചു. അതേപോലെ നേഴ്സിനോട് പറയുന്നത് വെജിറ്റേറിയൻ ആയി. അങ്ങനെ 2-3 മാസം ഒരു 4-5 മാസമായി. ഹസ്ബൻഡ് വരുന്നപ്പോഴത്തേക്കും 3-4 മാസമായി. അതിനുശേഷം ജൂലൈയിലാണ് ഹസ്ബൻഡ് വന്നത്. ഓഗസ്റ്റിൽ തന്നെ പ്രഗ്നന്റ് ആയിരുന്നു. അത്രയും കാലം ഞാൻ പല മരുന്നുകൾ കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ യൂറിൻ തെറാപ്പിയിലൂടെ പെട്ടെന്ന് തന്നെ എനിക്ക് അത് മാത്രമല്ല, പ്രഗ്നൻസിയിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് 19 പ്രസവിച്ചത്. നല്ലൊരു മകളെയാണ് കിട്ടിയത്. അതിന് ഞാൻ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയാണ്. സാറിനോട്, നാരായണൻ സാറിനോട് പ്രത്യേകിച്ച്. അങ്ങനെ ആണ് എന്റെ രീതികള്. അതിനുശേഷം പ്രഗ്നൻസിയിൽ എനിക്ക് ഛർദിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ഡ്യൂട്ടി പിടിച്ചിരുന്നു. അങ്ങനെ ആണ് മുന്നോട്ട് പോയത്. ഇതൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഞാൻ സ്കൂളിൽ കുറച്ച് ലീവൊക്കെ എടുത്തു. വീട്ടിൽ സ്കൂളിലൊക്കെ പോയി. ശരിക്കും 39 വയസ്സായിട്ടുണ്ടായിരുന്നു. 39 വയസ്സിലാണ് ഞാൻ പ്രസവിച്ചത്. അത്രയും വയസ്സായിട്ടും യൂറിൻ തെറാപ്പിയുടെ വേഗം തന്നെ എനിക്ക് ഫെബ്രുവരിയിലെ യൂറിൻ തെറാപ്പി തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഞാൻ ഹസ്ബൻഡ് നാട്ടിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ 1 മാസം കൊണ്ട് തന്നെ വന്ന് 1 മാസം കൊണ്ട് തന്നെ പ്രഗ്നന്റ് ആവാൻ കഴിഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇത് പഴയത് എടുത്ത കുപ്പിയിൽ എടുത്ത് വെച്ചിട്ട് വയറിനൊക്കെ പുരട്ടായിരുന്നു. വിളിക്കുന്ന സമയത്തൊക്കെ കുറച്ചു നേരം അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യേണ്ടതൊന്നും അറിയില്ല, എന്നാലും അതൊക്കെ ചെയ്തിരുന്നു. സത്യാണ് പറയാനില്ല. മൂത്രത്തിലെ ഗൊണേഡോട്രോപ്പിൻ എന്ന ഹോർമോണിന് വന്ധ്യത പരിഹരിക്കാനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആധുനിക വൈദ്യശാസ്ത്രം നിരവധി ബ്രാൻഡ് നെയിമുകളിലുള്ള വന്ധ്യത പരിഹരിക്കാനുള്ള മരുന്നുകൾ മനുഷ്യമൂത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ മുക്കാളി സ്വദേശിനിയായ കവിത ടീച്ചറാണ് നമ്മളോട് അവരുടെ വന്ധ്യത മാറിയ അനുഭവം തുറന്നു പറഞ്ഞിട്ടുള്ളത്. അവർക്ക് പ്രത്യേകമായി നന്ദി പറയുന്നു.